ഷൊർണൂരിൽ മോഷ്ടാക്കൾ വിലസുന്നു. ഷൊർണൂർ ചുടുവാലത്തൂരിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന അമ്മയുടെയും മകളുടെയും കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണ മാലകൾ മോഷണം പോയി. 2.5 പവൻ സ്വർണ്ണാഭരണമാണ് മോഷണം പോയിരിക്കുന്നത്. കരുവാൻകുന്നത്ത് വീട്ടിൽ മാലതിയുടെ വീട്ടിലാണ് മോഷണം. ഷൊർണൂർ പോലീസ്, ഫിംഗർ പ്രിന്റ്, ഡോഗ് സ്ക്വാഡ് എന്നിവർ പരിശോധന നടത്തി. ഷൊർണൂർ മേഖലയിൽ മോഷ്ടാക്കളുടെ വിളയാട്ടം. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെ ചുടാലത്തൂരിലെ കരുവാൻകുന്നത്ത് മാലതിയുടെ വീട്ടിലാണ് 2.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത്. വീടിന്റെ അടുക്കള വശത്തെ വാതിൽ കുത്തിത്തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കിടന്നിരിക്കുന്നത്. മുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന മാലതി, മകളായ ഉഷ എന്നിവരുടെ കഴുത്തു നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചിരിക്കുന്നത്. മാലതിയുടെ 1.5 പവൻ മാലയും മകളുടെ 1 പവൻ മാലയുമാണ് മോഷണം പോയിരിക്കുന്നത്. കഴുത്തിൽ നിന്നും മാല മോഷ്ടിക്കുന്നത് കണ്ട ഉടനെ തന്നെ ഉഷ മോഷ്ടാവിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും കുതറി ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. 2 മോഷ്ടാക്കൾ ഉണ്ടെന്നും പറയുന്നു. സ്വർണ്ണ ആഭരണങ്ങൾക്ക് പുറമെ പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന 1700 രൂപയും മോഷണം പോയിട്ടുണ്ട്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാർഡ് കൗൺസിലർ പ്രദീപ്, ഷൊർണൂർ CI വിഷ്ണു എന്നിവർ രാത്രി തന്നെ സ്ഥലത്തെത്തിയിരുന്നു. രാവിലെ SI അശ്വിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധന നടത്തി. കൂടാതെ ഫിംഗർ പ്രിന്റ്, ഡോഗ് സ്ക്വാഡ് എന്നീ വിഭാഗങ്ങളും പരിശോധന നടത്തിയിരുന്നു. നായ മണം പിടിച്ച ശേഷം റോഡിലൂടെ പോയി ചുടുവലത്തൂർ സ്റ്റോപ്പിൽ നിന്നും ആനങ്ങാട്ടുകുളം ഭാഗത്തേക്ക് എത്തി മടങ്ങുകയായിരുന്നു. ഇവിടെ ഒരു വീട്ടിലും മോഷണശ്രമം നടന്നതായി പോലീസ് പറഞ്ഞു. മോഷണ വിവരം അറിഞ്ഞ് രാവിലെ ജനപ്രതിനിധികളായ P. മമ്മിക്കുട്ടി MLA, ചെയർപേഴ്സൺ P. നിർമ്മല, കൗൺസിലർമാരായ പ്രദീപ്, VK ശ്രീകൃഷ്ണൻ എന്നിവരും വീട്ടിലെത്തിയിരുന്നു. മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് SI അശ്വിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.